നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചുവിട്ട യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിക്ക് ബ്രിട്ടനിൽ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സെലൻസ്കിയെ സ്വീകരിച്ചത് ആലിംഗനം ചെയ്ത്. ഇംഗ്ലീഷ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിലൂടെ രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് വൈറ്റ് ഹൗസ്. ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കിട്ടേണ്ടത് കിട്ടിയെന്ന് റഷ്യ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. 97ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ന്. ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും റൗദ ഷരീഫിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ നടപടിയുമായി സൗദി. നുസുക് ആപ്പിൽ പുതിയ ഫാസ്റ്റ് ട്രാക്ക് സേവനവുമായി സൗദി. സംസ്ഥാനത്ത് SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചുവിട്ട ഉക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിക്ക് ബ്രിട്ടനിൽ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. സെലൻസ്കിയെ ആലിംഗനം ചെയ്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സ്വീകരിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെത്തിയ സെലൻസ്കിയെ കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ശേഷം റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈന് പിന്തുണ സർ കെയർ സ്റ്റാമർ വാഗ്ദാനം ചെയ്തു. ഇംഗ്ലീഷ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. സർക്കാരും സർക്കാർ ഫണ്ട് ലഭിക്കുന്ന ഏജൻസികളും ഇംഗ്ലീഷ് സംസാരിക്കാത്തവർക്ക് ഭാഷാ സഹായം ലഭ്യമാക്കണമെന്ന മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കുന്നതാവും ട്രംപിന്റെ ഉത്തരവ് എന്നാണ് റിപ്പോർട്ട്. ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിലൂടെ രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാകുമെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെള്ളിയാഴ്ച വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലയിൽ നേരിയ പുരോഗതി. ശനിയാഴ്ച അദ്ദേഹം പരസഹായമില്ലാതെ കാപ്പി കുടിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. സങ്കീർണമായ ശ്വാസകോശ അണുബാധയെ തുടർന്ന് 2 ആഴ്ചയിലേറെയായി ആശുപത്രിയിൽ കഴിയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വെള്ളിയാഴ്ച മാർപ്പാപ്പ അപകടനില തരണം ചെയ്തെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും വൈകിട്ടോടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നയം വ്യക്തമാക്കി യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി. US തങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും US പ്രസിഡന്റ് സെലൻസ്കിയെ നന്ദി കെട്ടവനെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഓവൽ ഓഫീസിലെ വാക്പോരിനു ശേഷം കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് നന്ദി പറയുകയും കൈവിന് 2.26 ബില്യൺ പൗണ്ട് വായ്പ അനുവദിക്കുകയും ചെയ്തു. റംദാൻ പ്രമാണിച്ച് അടുത്ത 6 ആഴ്ചത്തേക്ക് ഗാസ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടിവെക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകി. ശനിയാഴ്ച രാത്രിയോടെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചത്. സ്ഥിരമായി വെടിനിർത്തൽ സംബന്ധിച്ച കരാറിലെത്തിയാൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കും. നെതന്യാഹു വിളിച്ചു ചേർത്ത 4 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷമാണ് ഇസ്രായേൽ സർക്കാർ വെടിനിർത്തൽ നീട്ടൽ പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ നീക്കത്തിൽ ഹമാസ് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കിക്ക് പിന്തുണയറിയിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ സെലൻസ്കിക്ക് കിട്ടേണ്ടത് കിട്ടി എന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം. വാക്കുതർക്കത്തെ തുടർന്ന് ധാതു കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയത്. സെലൻസ്കി മടങ്ങിയതിന് പിന്നാലെ അദ്ദേഹം അമേരിക്കയെ അനാദരിച്ചു എന്ന ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. തെക്കേ അമേരിക്കയിലെ ബൊളീവിയൻ 2 ബസ്സുകൾ കൂട്ടിയിടിച്ച് 37 പേർ മരിച്ചു. അപകടത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. തെക്കു പടിഞ്ഞാറൻ നഗരമായ ഉയിനിൽ നിന്നും 5 കിലോമീറ്റർ അകലെ ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. പരിക്കേറ്റവർ ഒറോറോയിലും പൊട്ടോസിയയിലും ആശുപത്രികൾ ചികിത്സയിലാണ്. ഡ്രൈവർമാരിൽ ഒരാൾ ഗുരുതര അവസ്ഥയിലാണ്. മറ്റേയാളുടെ നില തൃപ്തികരമാണെന്ന് പോലീസ് കമാൻഡർ വിൽസൺ ഫ്രോസ് അറിയിച്ചു. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് ശരിയായില്ലെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ്. ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ്. ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നത്തെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലികൾക്കും വിദേശികൾക്കുമായി 1200ഓളം പേരെയാണ് ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ ഹമാസ് വധിച്ചത്.
250ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി. ജൂതന്മാരുടെ ഒരാഴ്ചത്തെ വിശുദ്ധ മതഗ്രന്ഥ പാരായണ ആഘോഷമായ സിംഖത്ത് തോറയുടെ അനുബന്ധിച്ച് ഇസ്രയേൽ പൊതു അവധിയായിരുന്നു. ഈ അവസരത്തിലായിരുന്നു ഹമാസിന്റെ ആക്രമണം. കുർദിഷ് ഗ്രൂപ്പായ PKK തുർക്കിയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തുർക്കിയിലെ കുർദിഷ് സംഘടനയായ PKKയുടെ നേതാവ് അബ്ദുള്ള ഒഗലാൻ ആയുധം താഴെ വെച്ച് പിരിച്ചുവിടാൻ ആഹ്വാനം ചെയ്തതിനെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. തെക്കുകിഴക്കൻ തുർക്കിയിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട 4 പതിറ്റാണ്ടുകളായി തുടരുന്ന സായുധ പോരാട്ടമാണ് ഇതോടെ അവസാനിച്ചത്. തുർക്കിയിലെ അൾട്രാ നാഷണൽസ് MHP പാർട്ടിയുടെ നേതാവും തുർക്കി സർക്കാരിന്റെ സഖ്യകക്ഷിയുമായ ഡെവലന്റ് ബെഹ്സലി സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമം തുടങ്ങി 3 മാസങ്ങൾക്ക് ശേഷമാണ് ഒഗലാന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. 97ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ആഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ ഇന്നു നടക്കും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 5:30-നാണ് പ്രഖ്യാപനം. സ്റ്റാർ മൂവീസിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലും പ്രഖ്യാപനം ലൈവായി കാണാം. എമ്മി അവാർഡ് നേടിയ ടെലിവിഷൻ അവതാരകനും ഹാസ്യനടനുമായ കോനൻ ഒബ്രിയാനാണ് ചടങ്ങിന്റെ പ്രധാന അവതാരകൻ. ആദ്യമായാണ് ഒബ്രിയാൻ ഓസ്കാറിന്റെ അവതാരകനാകുന്നത്. ഒബ്രിയാനെ കൂടാതെ ഓപ്ര വിൻഫ്രി, എമ്മ സ്റ്റോൺ, സ്കാർലറ്റ് ജോഹാൻസൺ, റോബർട്ട് ഡൗണി ജൂനിയർ, സോ ടാൽനാൻ എന്നിവരും ചടങ്ങ് അവതരിപ്പിക്കും. എമിലിയ പെരേസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ട്രാൻസ് വ്യക്തിയായ കാർലോസ് സോഫിയ ഗാസ്കോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇനി റംദാൻ വാർത്തകൾ. പുണ്യ റംദാൻ മാസത്തിലെ അതിഥികളായി എത്തുന്നവരെ വരവേൽക്കുന്നതിനായി മക്കയിലെ ഗ്രാൻഡ് മോസ്കയിലും മദീനയിലെ പ്രവാചക പള്ളിയിലും ജനറൽ അതോറിറ്റി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. വിശ്വാസികൾക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി റംസാൻ മാസം മുഴുവൻ 55 ലക്ഷത്തിലധികം ഇഫ്താർ ഭക്ഷണം വിളമ്പും. ഓരോ തീർത്ഥാടകനും പുണ്യജലമായ സംസം ലഭ്യമാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സംസം വെള്ളത്തിന്റെ 20,000 കണ്ടെയ്നറുകൾ ലഭ്യമാക്കും. ദീർഘനേരം പ്രാർത്ഥന നടത്തുന്നതിന് പള്ളിയുടെ വിശാലമായ മുറ്റങ്ങളിൽ 33,000 പുതിയ പ്രാർത്ഥനാ പരവതാനികൾ നിർത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രായമായവർക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും 10,000 കൈവണ്ടികളും 400 ഇലക്ട്രിക് ഗോൾഫ് വണ്ടികളും പള്ളിയുടെ പരിസരത്ത് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ സഹായിക്കും. മദീനയിലെ പ്രവാചക പള്ളിയോട് ചേർന്നുള്ള പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദ ഷരീഫിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ നടപടിയുമായി സൗദി. ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഇതിനായി നുസുകു ആപ്പിൽ പുതിയ ഫാസ്റ്റ് ട്രാക്ക് സേവനം ആരംഭിച്ചിരിക്കുന്നതായി സൗദി അധികൃതർ. മദീനയിലെ പ്രവാചക പള്ളി എന്നറിയപ്പെടുന്ന മസ്ജുന്ന ബബിയുടെ സമീപത്തുള്ള വ്യക്തികൾക്ക് റൗദിയിലേക്ക് തൽക്ഷണം അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ ഒരിക്കൽ റൗദ ഷരീഫ് സന്ദർശിച്ച ശേഷം 365 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും പ്രവേശനം അനുവദിക്കൂ എന്ന നിബന്ധന ഇല്ലാതാകുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് UAEയുടെ ഗോൾഡൻ വിസ ലഭിച്ചത് 16,456 പേർക്ക്. UAE വിദ്യാഭ്യാസ ദിനത്തിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് സ്പോർട്സ് സെക്യൂരിറ്റിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ വെളിപ്പെടുത്തിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾ, ബിരുദധാരികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, പ്രാദേശിക അന്തർദേശീയ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള മിടുക്കരായ ബിരുദധാരികൾ തുടങ്ങിയവർക്കാണ് 10 വർഷ കാലാവധിയുള്ള റെസിഡൻസി വിസയായ ഗോൾഡൻ വിസ സമ്മാനിച്ചത്. ഈ വർഷ അവസാനത്തോടെ എയർ ടാക്സി സർവീസ് തുടങ്ങുന്നതിന് മുന്നോടിയായി ഈ മാസം മുതൽ അബുദാബിയിൽ അമേരിക്കൻ കമ്പനിയായ ആർച്ചറിന്റെ മിഡ് നൈറ്റ് എയർക്രാഫ്റ്റുകൾ പരീക്ഷണ പറക്കൽ നടത്തും. അബുദാബി ഏവിയേഷൻ ആർച്ചർ കമ്പനിയും തമ്മിൽ ടാക്സികൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. എയർ ടാക്സികൾ പറത്തുന്നതിനും പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനും ടാക്സി നടത്തിപ്പിൽ ആർച്ചർ കമ്പനി അബുദാബി ഏവിയേഷനുമായി സഹകരിക്കും. സർവീസിന്റെ തുടക്കകാലത്ത് പൈലറ്റുമാരെയും സാങ്കേതിക പ്രവർത്തകരെയും എഞ്ചിനീയർമാരെയും ആർച്ചർ കമ്പനി നൽകും. റംദാനിൽ നിർധനർക്ക് വീട് വെച്ചു നൽകുന്നതിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ചേർന്ന് 15 കോടി റിയൽ സംഭാവന ചെയ്തു. ജൂദ് റീജിയൻസ് ക്യാമ്പയിനിലൂടെയാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. സൽമാൻ രാജാവ് 10 കോടി റിയാലും മുഹമ്മദ് ബിൻ സൽമാൻ 5 കോടി റിയാലുമാണ് നൽകിയത്. ഇതു മാതൃകയാക്കി റംസാനിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുമെന്ന പദ്ധതിയിലേക്ക് കൂടുതൽ സംഭാവന എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും വരാം. നാഷണൽ ഹൈലൈറ്റ്സ്. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കീഴിലുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നത് നിർത്താൻ അമേരിക്ക തീരുമാനിച്ചതിനെ തുടർന്ന് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 3 ക്ലിനിക്കുകൾ അടച്ചുപൂട്ടി. ഹൈദരാബാദിൽ പ്രവർത്തിച്ച മിത്ത് ക്ലിനിക്കുകളാണ് പൂട്ടിയത്.
ഈ നീക്കം 5000-ത്തിലധികം ഗുണഭോക്താക്കളെ ബാധിച്ചതായാണ് റിപ്പോർട്ട്. US നികുതിദായകരുടെ പണം ഉപയോഗിച്ച് സഹായം നൽകുന്ന എല്ലാ പദ്ധതികളും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് ഉറപ്പാക്കുന്നതിനാണ് താൽക്കാലിക സഹായം നിർത്തിവെച്ചത്. 15 വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് മാർച്ച് 31 മുതൽ നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം ലഭിക്കില്ലെന്ന് സർക്കാർ. വായു മലിനീകരണം കുറയ്ക്കാനാണ് കർശന നടപടിയെടുക്കുന്നതെന്ന് പരിസ്ഥിതി മന്ത്രി മജ്ദീന്ദർ സിംഗ് സിർസ പറഞ്ഞു. ഡീസൽ വാഹനങ്ങൾക്ക് 10 വർഷവും പെട്രോൾ വാഹനങ്ങൾക്ക് 15 വർഷവുമാണ് എൻഡ് ഓഫ് ലൈഫായി കണക്കാക്കുന്നത്. 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഉപകരണങ്ങൾ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ മരുമകൻ രാജ് ഷറഫ് റിയൽ എസ്റ്റേറ്റ് കമ്പനി HDILന്റെ മേധാവികളായ രാകേഷ് വാധ്വാൻ, മകൻ സാരംഗ് വാധ്വാൻ എന്നിവരടക്കം 26 പേർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ED അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. മാർക്ക് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള അന്തേരിയിലെ കലോഡോണിയ ബിസിനസ് പാർക്കിലെ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ്. കേരള ഹൈലൈറ്റ്സ്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. ഇതിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഇത്തവണ ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ 8 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. കേരള പോലീസിൽ പരാതി കൊടുക്കുന്നതിന് QR കോഡ് സംവിധാനം വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സംവിധാനത്തിലൂടെ ചാർജ് ഷീറ്റ് ഓൺലൈനായി സമർപ്പിക്കുന്നത് ഉൾപ്പെടെ വരെ വിവര സാങ്കേതിക വിദ്യയിലെ ആശയങ്ങൾ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന ചടങ്ങ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 110.02 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.47 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 90.74 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സിനെതിരെ കൂറ്റൻ വിജയം സ്വന്തമാക്കി ഡൽഹി ക്യാപിറ്റൽസ്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 9 വിക്കറ്റിനാണ് സ്മൃതി മന്ദാനയും സംഘവും പരാജയപ്പെട്ടത്. ബംഗളൂരുവിൽ വനിതകൾ ഉയർത്തിയ 148 റൺസ് എന്ന വിജയലക്ഷ്യം 15.3 ഓവറിൽ കേവലം 1 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. വിജയത്തോടെ വനിതാ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫിന് യോഗ്യത നേടാനും ഡൽഹിക്ക് സാധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചുവിട്ട ഉക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിക്ക് ബ്രിട്ടനിൽ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സെലൻസ്കിയെ സ്വീകരിച്ചത് ആലിംഗനം ചെയ്ത്. ഇംഗ്ലീഷ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിലൂടെ രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് വൈറ്റ് ഹൗസ്. ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ കിട്ടേണ്ടത് കിട്ടിയെന്ന് റഷ്യ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. 97ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ന്. ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും റൗദ ഷരീഫിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ നടപടിയുമായി സൗദി. നുസുക് ആപ്പിൽ പുതിയ ഫാസ്റ്റ് ട്രാക്ക് സേവനവുമായി സൗദി. സംസ്ഥാനത്തെ SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.